അപ്പം അനൂപ് എന്ന് പറയുന്ന വ്യക്തി സാധാരണ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ബിസിനസ്സുകാരനാണ്, ചെറിയൊരു ബിസിനസ്. അമ്മ ഒരു വീട്ടമ്മയാണ്. അപ്പൊ അനൂപ് ഒരു ഏക മകനാണ്. സഹോദരി സഹോദരന്മാരൊന്നും അനൂപിന് ഉണ്ടായിരുന്നില്ല. അപ്പോ അനൂപിന് ചെറുപ്പം മുതലേ സ്വപ്നങ്ങളുള്ള ആളായിരുന്നു. എൻ്റെ കുടുംബത്തിനൊരു നല്ല ജീവിതം നൽകണം, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ലൊരു ജീവിതം നൽകണമെന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് പുറത്തെല്ലാവരോടും നല്ല ആത്മവിശ്വാസത്തോടുകൂടെ സംസാരിക്കുന്ന അനൂപ് ഒറ്റക്കായി മാറിയാൽ ആളാകെ മാറും. ആ സമയത്ത് മറ്റൊരാളായിട്ട് മാറും. പുറത്തുള്ള ആളെ അല്ല, ഒറ്റയ്ക്കാകുമ്പോൾ അനൂപിന്റെ സ്വഭാവം ആളാകെ മാറും. രാത്രിയിലൊക്കെ കിടക്കുന്ന സമയത്തൊക്കെ കുറെ ചിന്തകൾ, അമിതമായിട്ടുള്ള ചിന്തകൾ, കാര്യങ്ങളൊക്കെയും അനൂപിനെ വേട്ടയാടും. എനിക്ക് കഴിയുമോ? ഞാൻ ഇതിനൊക്കെ യോഗ്യതയുള്ള ആളാണോ? മറ്റുള്ളവരൊക്കെ എൻ്റെ മുന്നിലല്ലേ? എനിക്ക് അത്ര കഴിവുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള ചിന്തകളും അവന്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കും. ആ ഘട്ടത്ത് അവൻ എന്ത് ചെയ്യും? സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കും. ഏതൊരാളും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞിട്ട് അതിങ്ങനെ സ്ക്രോൾ ചെയ്യും. അപ്പൊ അവന്റെ അതേ പ്രായത്തിലുള്ള ഒരാൾ പുതിയ കാറ് വാങ്ങിയിട്ടുള്ള ഫോട്ടോ ചിലപ്പോ ആ സമയത്ത് അവൻ കാണുന്നു. മറ്റൊരാൾ ബിസിനസ് വളർത്തുന്നതായിട്ടുള്ള ചില ഇമേജസുകൾ കാണുന്നു. ഒരാൾ വിദേശത്തേക്ക് ഗുഡ് ബൈ പറയുന്ന ഒരു ഫോട്ടോ കാണുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ കാണുന്ന സമയത്ത് അവന്റെ ഉള്ളിൽ ഈ പ്രയാസം അധികരിക്കുന്ന ഒരു സാഹചര്യവും വരും. കാരണം ഞാൻ പിന്നിലാണ്, എനിക്ക് ഒന്നും കൊണ്ട് മുന്നോട്ടേക്ക് വരാൻ പറ്റുന്നില്ല, എൻ്റെ ജീവിതം പിന്നിലാണ്, ഞാനൊരു പരാജിതനാണ് എന്ന ഒരു ഫീലിലേക്ക് അവൻ ആ സമയങ്ങളിൽ വരും. എന്നാൽ അവന്റെ ഉള്ളില് ഈ ഒരു പോരാട്ടം നടക്കുന്നത് പുറത്ത് ആർക്കും മനസ്സിലാകുന്നില്ല, ആരും അറിഞ്ഞില്ല. വീട്ടിലുള്ള ആളുകളോ അവന്റെ ഓഫീസിലുള്ള ആളുകളോ ഒന്നും ഇതൊന്നും അറിഞ്ഞില്ല. അവന്റെ ഉള്ളിൽ ഈ ഒരു പോരാട്ടം നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഓഫീസിൽ ഒരു ചെറിയ സംഭവം നടന്നു. ഒരു മീറ്റിങ്ങില് പുതിയ ആശയം പറയാൻ വേണ്ടിയിട്ടുള്ള അവസരം വന്നു. അനൂപിന്റെ മനസ്സിൽ നല്ലൊരു ആശയം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ കൈ ഉയർത്തിയില്ല. കാരണം അവന്റെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, തെറ്റിപ്പോയാൽ എല്ലാവരും ചിരിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നീ പറയണ്ട, തെറ്റിപ്പോയാൽ എല്ലാവരും ചിരിക്കും എന്നുള്ളൊരു ഫീല് അവന്റെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അവസാനം മറ്റൊരാള് അനൂപിന്റെ മനസ്സിലുള്ള അതേ ആശയം പറഞ്ഞു. എല്ലാവരും അയാളെ അഭിനന്ദിച്ചു, അയാൾക്ക് നല്ല അപ്രീസിയേഷൻ ഒക്കെ കൊടുത്തു. വീട്ടിലേക്കൊക്കെ വരുന്ന വഴിയില് അനൂപ് മിണ്ടാതെ ഇങ്ങനെ നടന്ന് വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അവൻ ആ സമയത്ത് അന്ന് ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നു. എനിക്കെന്താ പറ്റിയത്? എനിക്ക് ആ സമയത്ത് അത് പറയാൻ കഴിയാതെ പോയത് എന്താണ് എന്നൊക്കെ അവന്റെ സ്വയം മനസ്സിൽ ഇങ്ങനെ തോന്നി തുടങ്ങി. അപ്പൊ അവന് റിയലൈസേഷൻ വന്നു, എന്നെ തടയുന്നത് എൻ്റെ സാഹചര്യമല്ല, എൻ്റെ ഉള്ളിലുള്ള ഭയമാണ്. ആ സാഹചര്യങ്ങളോ മറ്റോ അല്ല, എൻ്റെ ഉള്ളിലുള്ള ഭയമാണ് എന്നെ തടയുന്നത് എന്ന ഒരു ഫീലിലേക്ക് അനൂപ് വരുന്നു. അന്ന് രാത്രി അവൻ കണ്ണാടിയുടെ മുന്നിൽ നിന്നു. ആദ്യമായിട്ട് അവൻ സ്വയം ചോദിച്ചു, ആരും കാണാത്തപ്പോൾ ഞാൻ എനിക്ക് എന്താണ് ഇങ്ങനെ? ആരും കാണാത്ത സമയത്ത് ഞാൻ എന്താണ് ഇങ്ങനെ? ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത് എന്നുള്ള രീതിയിൽ അവൻ കണ്ണാടിയിൽ നോക്കിയിട്ട് ചോദിക്കാനായിട്ട് തുടങ്ങി. ആ സമയത്ത് അവനൊരു ഉത്തരം ലഭിക്കുകയാണ്.
ആരും കാണാത്ത സമയത്ത് ഞാൻ എന്നെ തന്നെ ചെറുതാക്കുകയാണ് എന്ന ഒരു ഉത്തരം അനൂപിന് ലഭിക്കുകയാണ്. അതായത് ഒരു തിരിച്ചറിവ് ആ ഘട്ടത്തിൽ അവനുണ്ടാകുന്നു. അങ്ങനെ ആ ദിവസം അവന് കിടന്നുറങ്ങി. അടുത്ത ദിവസങ്ങളിലൊന്നും പ്രത്യേകിച്ചിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ അനൂപ് ഒരു ചെറിയ കാര്യം ചെയ്തു തുടങ്ങി. പിറ്റേന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെ ഒരു 5 മിനിറ്റ് സമയം കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് അവൻ ഇങ്ങനെ പറയും: ഞാൻ പഠിക്കുന്നയാളാണ്, ഞാൻ വളരുന്നയാളാണ്, എന്റെ കഴിഞ്ഞ കാലം എന്റെ ഭാവിയെ തീരുമാനിക്കില്ല, എന്റെ പഴയ കാലം എന്റെ ഭാവിയെ തീരുമാനിക്കില്ല, ഞാൻ വളരുന്നയാളാണ് എന്ന രീതിയിൽ ആദ്യത്തെ ദിവസം കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു. ആദ്യ ദിവസം അവൻ പറഞ്ഞപ്പോ തന്നെ അവന് ചിരി വന്നു. ഇതെന്താണ് ഇങ്ങനെ എന്നൊക്കെയുള്ള രീതിയിൽ ചിരി വന്നു. ഇതുകൊണ്ടൊക്കെ എന്ത് മാറാനാ, ഇതുകൊണ്ടൊക്കെ എന്ത് സംഭവിക്കാനാ എന്നുള്ള രീതിയിൽ അവന്റെ മനസ്സിൽ ആ ഒരു ചിന്തയും വന്നു. എന്നാൽ ആ പ്രവൃത്തി അവൻ തുടർന്നു. ആ 5 മിനിറ്റ് കണ്ണാടിയുടെ മുന്നിൽ നിന്നും ഈ കാര്യങ്ങൾ പറയുക എന്നുള്ള രീതിയിലുള്ള ആ പ്രവൃത്തി അവൻ തുടർന്നു. കാരണം അവനൊരു കാര്യം മനസ്സിലാക്കി: മനസ്സ് ഒരു ദിവസം കൊണ്ട് തകരുന്നില്ല, ഒരു ദിവസം കൊണ്ട് മാറുകയുമില്ല. അപ്പൊ ഇത് തുടരാൻ വേണ്ടിയിട്ട് അവന് ആ തരത്തിലുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടായി. ചെറിയ ചിന്തകൾ, ചെറിയ ശീലങ്ങൾ, ചെറിയ തീരുമാനങ്ങൾ, അങ്ങനെയാണ് ഒരു വ്യക്തിത്വം ഉണ്ടായി വരുന്നത് എന്നവന് മനസ്സിലായി. അങ്ങനെ ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞു, 2ാമത്തെ മാസം കഴിഞ്ഞു, 3ാമത്തെ മാസവും കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം, 3 മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഓഫീസിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. മാനേജർ ചോദിച്ചു, ഈ പ്രൊജക്റ്റ് എങ്ങനെ മെച്ചപ്പെടുത്താം? ഈ പ്രാവശ്യം അനൂപിന്റെ കൈ ഉയർന്നു. അവൻ സംസാരിച്ചു. അവന്റെ ശബ്ദം ചെറിയ വിറയലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ നിർത്തിയില്ല. മീറ്റിംഗ് കഴിഞ്ഞപ്പോ മാനേജർ പറഞ്ഞു, നിന്റെ ചിന്ത നല്ലതാണ്, ഇനിയും മുന്നോട്ടേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് മാനേജർ അവനെ അഭിനന്ദിച്ചു. ആ ഒരു വാക്ക് അനൂപിന്റെ ജീവിതത്തിൽ വലിയ മാറ്റമായിട്ട് മാറി. നിന്റെ ചിന്ത നല്ലതാണ്, ഇനിയും മുന്നോട്ടേക്ക് വരൂ എന്ന് പറയുന്ന ആ ഒരു വാക്ക് അവന് പ്രചോദനമായിട്ട് മാറി. അവന് മനസ്സിലായി, ലോകം എന്റെ കഴിവ് കാണുന്നതിന് മുമ്പ് ഞാൻ എന്റെ കഴിവ് വിശ്വസിക്കണം. അതായത് ലോകം എന്റെ കഴിവ് കാണുന്നതിന് മുമ്പ് ഞാൻ തന്നെ എന്റെ കഴിവിനെ വിശ്വസിക്കണം എന്ന് അനൂപിന് തിരിച്ചറിവുണ്ടായി. അതിന് ആ സിറ്റുവേഷൻ, ഒരു സാഹചര്യം ഒരുക്കി തന്നു. അങ്ങനെ കാലം കുറെ കടന്നുപോയി. അനൂപ് കൂടുതൽ പഠിച്ചു, കൂടുതൽ ശ്രമിച്ചു. പരാജയങ്ങൾ വന്നു. പരാജയങ്ങൾ വന്നിട്ടും പക്ഷേ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. മുമ്പ് പരാജയം വന്നു കഴിഞ്ഞാൽ അവൻ പറയും, ഞാൻ പരാജയപ്പെട്ടു, ഞാൻ കഴിവില്ലാത്തയാളാണ് എന്ന രീതിയിൽ പറഞ്ഞ് അവിടെ അവസാനിക്കുമായിരുന്നു. ഇപ്പൊ അവൻ പറയുന്നു, ഒരു ശ്രമം പരാജയപ്പെട്ടു, ഞാനല്ല, ആ ശ്രമമേ പരാജയപ്പെട്ടിട്ടുള്ളൂ, ഞാൻ പരാജയപ്പെട്ടിട്ടില്ല എന്ന രീതിയിൽ ഇപ്പോൾ അനൂപിന് പറയാനായിട്ട് സാധിക്കുന്നു. ഒരു ദിവസം സുഹൃത്ത് അദ്ദേഹത്തെ കണ്ട് ചോദിക്കുകയാണ്, ഏട്ടാ നീ ആകെ മാറിയല്ലോ, എന്താണ് ഇതിന്റെ രഹസ്യം? കൂട്ടുകാരന് ആ മാറ്റം മനസ്സിലായി. അനൂപ് ആ സമയത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ജീവിതം മാറ്റിയത് ഒരു വലിയ അവസരമല്ല, ആരും കാണാത്ത സമയത്ത് ഞാൻ എന്നോട് സംസാരിച്ച രീതിയാണ് എന്റെ ജീവിതത്തെ മാറ്റിയത്.
ആരും കാണാത്ത സമയത്ത് ഞാൻ എന്നോട് സംസാരിച്ച രീതിയാണ് എന്നെ മാറ്റിയത്. അതായത് ഇൻവിസിബിൾ ആയിട്ടുള്ള സമയത്ത് അനൂപിനോട് സംസാരിച്ച വാക്കുകളാണ് അനൂപിനെ പ്രചോദനത്തിലേക്ക് കൊണ്ടുവന്നത്. മുമ്പ് ഞാൻ എൻ്റെ സ്വപ്നങ്ങളൊക്കെ പേടിച്ചു, ഇപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ വളർത്തുന്നു എന്ന രീതിയിലേക്ക് അവന്റെ ചിന്താഗതി മാറി. മുമ്പ് സ്വപ്നങ്ങളെ പേടിച്ച് ജീവിച്ചിരുന്ന ഒരാൾ ഇപ്പോൾ സ്വപ്നങ്ങൾ കണ്ട് സ്വപ്നങ്ങളെ വളർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് അനൂപ് എത്തി നിൽക്കുന്നു. അങ്ങനെ അവന്റെ ജീവിതം മികച്ചൊരു രീതിയിലേക്ക് മാറി, അവൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ജീവിതം അവന് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ആളല്ല. നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങളാണ്. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് നാം തിരിച്ചറിയുക. കാരണം ആരും കാണാത്ത നീയാണ് ലോകം കാണുന്ന നിന്നെ സൃഷ്ടിക്കുന്നത് എന്ന് തിരിച്ചറിയുക. ഈ ഒരു കഥയിലൂടെ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്നിടത്ത് ആരും കാണാത്ത സമയത്ത് നമ്മൾ എങ്ങനെയാണോ ആ ആളാണ് നമ്മൾ പുറം ലോകത്തേക്ക് മികച്ച രീതിയിൽ എത്തിക്കുന്ന വ്യക്തിയായിട്ട് നമ്മളെ മാറ്റുന്നത്. അനൂപിനെ പോലെ ധാരാളം ആളുകൾ സമൂഹത്തിലുണ്ട്. അനൂപിനെ പോലെ ധാരാളം ആളുകൾ സമൂഹത്തിൽ സ്വന്തത്തിൽ തന്നെ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത ആളുകളായിട്ട് മാറിപ്പോകുന്ന ധാരാളം അനൂപുമാരുള്ള സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കഥയിൽ നിന്നും നമ്മൾ പ്രചോദനം ഉൾക്കൊള്ളുക. നമ്മളെ തന്നെ വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ആരും കാണാത്ത നിന്നെ ആ കാണുന്ന ലോകത്തിലേക്ക് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമായ രീതിയിൽ മാറ്റം വരുത്തുന്നതാണ് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതിലൂടെ ഏതൊരു വ്യക്തിക്കും അനൂപ് എവിടെ നിന്നാണ് വളർന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതുപോലെ എല്ലാവർക്കും മാറ്റം സാധ്യമാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചങ്ങാത്തം കൂട്ടേണ്ടത് നമ്മളോട് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഒറ്റക്കായിരിക്കുമ്പോൾ പലരും ഏറ്റവും നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ നിന്നും പോസിറ്റീവായിട്ട് മാറാനുള്ള ഒരു മാനസികമായ ശേഷിയും കരുത്തും നമ്മൾ ആർജിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം കാണാത്ത ലോകത്തുള്ള നീയാണ് കാണുന്ന ലോകത്തിലേക്ക് അതിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇൻവിസിബിൾ ആയിട്ടുള്ള നിങ്ങളെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പവർഫുൾ ആക്കി മാറ്റിയെടുക്കുന്നതോടുകൂടെ ലോകത്തിന്റെ മുന്നിൽ നിങ്ങൾക്കും വിജയിക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഈ ഒരു അനൂപിന്റെ സ്റ്റോറി എല്ലാവർക്കും പ്രചോദനമായിട്ട് മാറട്ടെ എന്നും കൂടെ ഈ അവസരത്തിൽ പറയുന്നു. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്തത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ നിന്നും ലെസൺസ് എടുത്തത് എന്നുള്ളതും ഇങ്ങനത്തെ കാര്യങ്ങളാണ് മനസ്സിലായിട്ടുള്ളത് എന്നുള്ളതും നിങ്ങൾ ഓരോരുത്തരും പങ്കുവെക്കുക. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലും നടക്കുന്നവയാണ്. ഇതിലൂടെ നമ്മളുടെ ജീവിതവും വലിയ തോതിൽ മാറ്റമുണ്ടാക്കിയെടുക്കാൻ മാറ്റം വരുത്താനായിട്ട് സാധിക്കും എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഇതിലൂടെയൊക്കെ ഉണ്ടാവേണ്ടത് എന്നും കൂടെ സാന്ദർഭികമായിട്ട് ഉണർത്തുന്നു.